സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പും നിലവിൽ ഉണ്ട്. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കൊച്ചി കളമശ്ശേരി ദേശീയപാതയിൽ മരം കടപുഴകി വീണു, ഗതാഗതം തടസ്സപ്പെട്ടു. മിന്നൽ ചുഴലിയെ തുടർന്ന് തൃശൂർ മാള പഞ്ചായത്തിൽ വൻ നാശനഷ്ടമുണ്ടായി. കോട്ടയം ജില്ലയിലെ 3 താലൂക്കുകളിലും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അതുപോലെ കോഴിക്കോട് നിന്ന് ദീപക് തരമണം, കൊച്ചിയിൽ നാൻമരിയ സണ്ണി, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, പത്തനംതിട്ടയിൽ നേവി ജയശങ്കർ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം MG പ്രതീഷിലേക്ക്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. പറയൂ പ്രതീഷ്, ഇന്ന് സംസ്ഥാനത്ത് പൊതുവെ കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നിട്ടുണ്ടല്ലോ. അതിശക്തമായ കാറ്റടിക്കുമെന്നും 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശാൻ സാധ്യതയുള്ളത്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് തുടങ്ങിയ മുന്നറിയിപ്പുകളൊക്കെ വന്നു കഴിഞ്ഞല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം അതിശക്തമായ മഴയുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 6 ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴയായിരിക്കും വരും മണിക്കൂറുകളിൽ ഉണ്ടാകുന്നത്. മറ്റ് ഈ 6 ജില്ലകൾ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത ഈ വരുന്ന 3 ദിവസം പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ തീരമേഖലകളിലും മലയോര മേഖലകളിലും പ്രത്യേക ജാഗ്രത വേണമെന്ന നിർദ്ദേശമുണ്ട്. കാരണം ഈ വലിയ കടൽക്ഷോഭം തീരമേഖലകളിൽ അനുഭവപ്പെടുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് 28-ാം തീയതി വരെ നിലവിൽ കേരള തീരത്ത് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരമേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം. ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത മലയോര മേഖലയിലുള്ളവർ പാലിക്കണമെന്നതാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം ഉരുൾപൊട്ടലിനുൾപ്പെടെ സാധ്യതയുള്ള മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ താമസിക്കുന്നവർ ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന നിർദ്ദേശമാണ് നിലവിൽ ജില്ലാ ഭരണകൂടവും നൽകിയിരിക്കുന്നത്. 3 ദിവസം കൂടി ഈ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായാണ് ഈ സംസ്ഥാനത്ത് ഇത്രത്തോളം മഴ ലഭ്യമാകുന്നത്. എന്തായാലും പ്രത്യേക ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ ഓരോ ജില്ലകളിലും പാലിക്കണമെന്ന നിർദ്ദേശം സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. SKN. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.